ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നാം തിരുവചനത്തിന് മുമ്പായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർതിരിക്കുമ്പോഴേ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവും. 5 ക്വാളിറ്റിയാണ് വചനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി മാത്രമല്ല, ശക്തി, പവർ. വചനം ക്വാളിറ്റി ഉള്ളതാണ്, വചനം പവർ ഉള്ളതാണ്. വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ നാവിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഹല്ലേലൂയ, ദ വേർഡ് ഓഫ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കേവലം നിസ്സാരനായ ഒരു ദൈവദാസനായ ഞാനാണ് പറയുന്നതെങ്കിലും നിങ്ങൾ കേൾക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഞങ്ങൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കൾ വലിയ അഭിമാനമായിട്ടോ അഹങ്കാരമായിട്ടോ പറയുകയല്ല, പക്ഷേ വചനത്തിൽ നിന്ന് അണുവിട മാറി ഞങ്ങൾ പോവുകയില്ല. വചനം എന്തു പറയുന്നു, വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ അടിത്തറയിട്ട് മുന്നോട്ട് പോകുന്നത്. മനുഷ്യർ പലതും പറയും, പല മനുഷ്യർ പലതും പറയും, പക്ഷേ സത്യം മാത്രം പറയുന്നതാണ് ദൈവവും ദൈവത്തിൻ്റെ വചനവും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വഴി നടത്തുന്നു. കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തും. ഞങ്ങൾ ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്റ്റർ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം, ഞാനുണ്ട്, എൻ്റെ പ്രിയ ഭാര്യയുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ മൂത്തവന് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന മോള് ഉണ്ട്, അവർക്ക് കർത്താവ് കൊടുത്ത ഒരു കൊച്ചുമോൻ, ഞങ്ങളുടെ ഗ്രാൻഡ് സണ്ണുണ്ട്, അതുപോലെ ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കളുണ്ട്. ഞങ്ങൾ ഒരു കൊച്ചു കുടുംബം. ഈ കുടുംബമാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി തുടങ്ങിയത്. അതിനുശേഷം എത്രയോ കുടുംബങ്ങൾ ചേർന്ന് വന്നു. ഇപ്പോൾ അതിന് ഇന്നർ ഫെലോഷിപ്പായി ഏതാണ്ട് 11 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമുണ്ട്, ഇന്നർ ഫെലോഷിപ്പ്. ഇത് കൂടാതെയാണ് ബാക്കി എല്ലാ ഫെലോഷിപ്പുകളും. കൃപയാൽ കർത്താവ് അനുദിനവും കർത്താവിൻ്റെ കൃപയാൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വളർച്ച എന്ന് പറഞ്ഞാൽ, ആളുകളുടെ നമ്പർ കൂടുന്നത് അല്ല ഒരു സഭയുടെ വളർച്ച, ആത്മീയമായി വളരുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ജനം പാപത്തോട് യാത്ര പറയുന്നു, ജനത്തിന് പാപബോധം ലഭിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു, കൊടുത്തു തീർക്കുന്നു, ക്ഷമ പറയുന്നു. പ്രിയപ്പെട്ടവർ, ജീവിതം വിശുദ്ധീകരിക്കുന്നു. അനേകർ കർത്താവിനെ സാക്ഷിക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദാഹത്തോടെ ഓടിക്കൂടുന്നു, ഉറങ്ങേണ്ട സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ആത്മീയമായ ചൈതന്യമാണ്. അത് എവിടുന്ന് കിട്ടി? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കിട്ടി. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. അത് ചൈതന്യം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ജീവനുള്ളത്. അതിൽ എപ്പോഴും ജീവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഈ വചനം എവിടെയെങ്കിലും ചെന്ന് വീണാൽ അവിടെ ജീവനുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നല്ല പാടത്ത് ഒരു നെൽമണി, ഒരു വിത്ത് ചെന്ന് വീണാൽ അത് മുളച്ചിരിക്കും, ഇല്ലേ? നമുക്കറിയാം. അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം ഒരു സീഡാണ്. ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ സാധാരണമായി നാം ഉണക്കി അല്ലെങ്കിൽ പാകപ്പെടുത്തി വിതയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിത്തുകളുണ്ട്. എന്തെല്ലാം? വെണ്ടക്കയുടെ വിത്തുണ്ട്, വഴുതനയുടെ വിത്തുണ്ട്, അതുപോലെ തന്നെ തെങ്ങിൻ്റെ വിത്തുണ്ട്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ എന്തെല്ലാം, ചേമ്പ്, ചേന, അല്ലെങ്കിൽ ഇഞ്ചി, ഇതുപോലെയുള്ള മഞ്ഞൾ തുടങ്ങിയ വിത്തുകൾ, ഇല്ലേ? വിത്തുകൾ നാം സ്വരൂപിച്ച് വയ്ക്കും. ഇനി അത് വിത്തിൻ്റെ രൂപത്തിൽ തന്നെ സീഡായിട്ട് തന്നെ വെക്കുന്നതുണ്ട്. എത്രയോ കാര്യങ്ങൾ. പയറിൻ്റെ സീഡുണ്ട്, അല്ലെങ്കിൽ ചീരയുടെ സീഡുണ്ട്, ഇങ്ങനെ ഒത്തിരി, മാങ്ങയുടെ സീഡ്. ഇതിങ്ങനെ എല്ലാം ഉണക്കി വയ്ക്കും. നമുക്കോ അത് കണ്ടാൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കും, ഇല്ലേ? പക്ഷേ ആ സീഡ് കൊണ്ടുപോയി നല്ല വെള്ളപ്പുള്ള നനവുള്ള പ്രതലത്തിൽ നാം അത് കുഴിച്ചിട്ടാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ ആ സീഡ് മുളയ്ക്കുന്നത് കാണാൻ കഴിയും.
അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതായ അതിൻ്റെ ആ പുറംചട്ട പൊട്ടിച്ച് വിത്ത് പുറത്തേക്ക്, മുള പുറത്തേക്ക് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി. നിങ്ങൾ ഈ വചനം സ്വീകരിച്ചാൽ, വചനത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നാൽ, ഈ സീഡാകുന്ന, വിത്താകുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ചെന്നിട്ട് ആ വചനം മുളയ്ക്കാൻ തുടങ്ങും. മുളച്ച വചനം അത് വളരാൻ തുടങ്ങും. വളർന്ന വചനം പുഷ്പിക്കും. ഞാൻ പറയുന്നത് ആത്മീയമായി നിങ്ങൾ ഗ്രഹിക്കൂ പ്രിയരെ. ഒരു വൃക്ഷത്തിൽ, ഒരു തൈയിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ വചനത്തിൽ സംഭവിക്കും. വചനം വേരൂന്നും, വചനം മുളയ്ക്കും, വചനം വളരും, വചനം തളിർക്കും, വചനം പുഷ്പിക്കും, വചനം ഫലം കായ്ക്കും. ഇതുമല്ല, ഒരു ആത്മീക ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ്. ഒരുവൻ വചനം കേൾക്കുന്നു, വചനം ഗ്രഹിക്കുന്നു, വചനം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങുന്നു. വേരിറങ്ങുന്നത് പോലെ ആ വചനം മുളയ്ക്കുന്നു, പ്രത്യാശ മുളയ്ക്കുന്നു, സ്നേഹം മുളയ്ക്കുന്നു, ഐക്യമായി മുളയ്ക്കുന്നു, കുടുംബത്തിൽ സ്വഭാവത്തിൽ മാറ്റമായി ആ വചനം മുളയ്ക്കുന്നു. പിന്നെ വചനം തളിർക്കുന്നു. എന്താണ് തളിര്? പ്രത്യാശയാണ് അത് കാണിക്കുന്നത്, സന്തോഷത്തെയാണ് അത് കാണിക്കുന്നത്. സന്തോഷം, പ്രത്യാശ, ജീവിതം മാറാൻ തുടങ്ങുന്നു. പിന്നീടോ അങ്ങനെ നിൽക്കുകയില്ല, പിന്നെ പുഷ്പിക്കും. കർത്താവിന്റെ സ്തോത്രം, പുഷ്പിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കാണിക്കുന്നു. പുഷ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുന്നു, പുഷ്പിക്കുന്നു, പിന്നീട് ഫലം കായ്ക്കുന്നു. എന്താണ് ഫലം? സാക്ഷ്യങ്ങൾ പറയുന്നു, കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു, അനേകരെ കർത്താവിന് കാണിച്ചു കൊടുക്കുന്നു. ഓരോ വിത്ത് മുളച്ച് വളർന്ന് വലുതായി ഫലം കായ്ക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ വചനമാവുന്ന വിത്ത് വന്ന് ഇറങ്ങുമ്പോൾ, വിത്ത് വന്ന് വിതയ്ക്കപ്പെടുമ്പോൾ, ആ വിത്ത് മുളച്ച് നമ്മെ ഒരു പൂർണ്ണ ആത്മീയരാക്കുന്നു, വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നു. കർത്താവിന് സ്തോത്രം. യജമാനന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ നാം സ്വർഗീയ യജമാനായ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നാം ഫലം കായ്ക്കുന്നവരായിത്തീരുന്നു. യജമാനനെ സന്തോഷിപ്പിക്കുക, അതാണ് ഒരു വൃക്ഷത്തിൻ്റെ കടമ, ഇല്ലേ? നാം വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് നാം സന്തോഷിക്കാറില്ലേ? ആനന്ദിക്കാറില്ലേ? നാം ത്രില്ലാകാറില്ലേ? ചില ഫലവൃക്ഷങ്ങൾ, വളരെ മധുരിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങൾ. മാത്രമല്ല, ഈ ആത്മീകമായ ജീവിതം തുടങ്ങിയ ആ വ്യക്തി യജമാനന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അത്യന്തം ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ എല്ലാം ആത്മീയ ജീവിതത്തിലെ കാതലായ മാറ്റങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ദൈവത്തിൻ്റെ വചനം ജീവനായി നിങ്ങളുടെ ഉള്ളിൽ വന്നോ? എങ്കിൽ ഇന്ന് നിങ്ങൾ വചനത്തിന് വേണ്ടി വാതിൽ തുറക്കുക. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ രാജാതിരാജനായ ക്രിസ്തു തന്നെയാണ് വചനം. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് നാം കാണുന്നു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ. ഇൻ ദ ബിഗിനിങ് ദെർ വാസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് വചനവും ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവത്തിന് വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ ദൈവം ഉണ്ടായിരുന്നപ്പോൾ തന്നെ വചനവും ഉണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡം ധരിച്ച് കൃപയും സത്യമുള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് ക്രിസ്തു. വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു കന്യാമാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായി ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ മാത്രമല്ല യേശു ഉണ്ടായിരുന്നത്. യേശു ആദിയിൽ ഉണ്ടായിരുന്നു. യേശു സൃഷ്ടിപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു. യേശു ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരാത്മീക മർമ്മമാണ്. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ജീവനാകുന്ന വചനം, ജീവനാവുന്ന ക്രിസ്തു ആവുന്ന വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പാത. കർത്താവിന് സ്തോത്രം. വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വചനമായിരിക്കണം നമ്മുടെ ദൈവവേലയുടെ അടിസ്ഥാനം. വചനമാവുന്ന ക്രിസ്തു ആയിരിക്കണം നമ്മുടെ കൂട്ടായ്മയുടെയും കൂടിവരവിൻ്റെയും സഭയുടെയും അടിത്തറ. മറ്റാരിലും അടിത്തറയിടരുത്. ഒരു വിശുദ്ധനിലിടരുത്, ഒരു ദൈവദാസനിലിടരുത്, ഒരു അഭിഷിക്തനിലിടരുത്, ദൈവത്തിൻ്റെ വചനം പറയുന്നവരിലിടരുത്. അവരെ ബഹുമാനിക്കാം, തീർച്ചയായിട്ടും ബഹുമാനിക്കണം. അവരെ ആദരിക്കാം, തെറ്റിദ്ധരിക്കരുത്, ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. എന്തുകൊണ്ടാണ്? യേശു മോശയേക്കാൾ വലിയവനാണ്. യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. യേശു ദൈവാലയത്തെക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ.
യേശു സ്വർഗത്തെക്കാളും വലിയവനാണ്. വലിയവൻ, ഏറ്റവും വലിയവൻ യേശു. ആ യേശുവിനെ ആരാധിക്കൂ, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കൂ. ഈ നല്ല സമയം, നിങ്ങളിപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, ജീവനും ചൈതന്യമുള്ള വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നല്ല സമയം, യേശുവേ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, എൻ്റെ ഭാവി തരുന്നു, എൻ്റെ ആയുസ് തരുന്നു, എൻ്റെ ജീവിതം തരുന്നു, എൻ്റെ കുറവുകളുള്ള ജീവിതം, രോഗങ്ങളുള്ള ജീവിതം, തോൽവി സംഭവിച്ച ജീവിതം, ആത്മീയമായ തോൽവി, പഠനത്തിലുള്ള തോൽവി, ജീവിതത്തിലെ തോൽവി, ബിസിനസ്സിലുള്ള തോൽവി, എല്ലാ തോൽവികളുമായി നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ജീവിതം കൊടുക്ക്. യേശു ഏറ്റുവാങ്ങും. ആ നല്ല യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. അങ്ങനെ നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കൂ. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന്, ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് തൻ്റെ ദിരക്തം കാണിച്ചുകൊണ്ട് മധ്യസ്ഥ അണയ്ക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ, ഞങ്ങളെ സ്നേഹിച്ച കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവിക്കും, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കും, അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കും. കർത്താവേ, പാപം പറ്റാത്തൊരു വിശുദ്ധ ജീവിതത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ജീവിതം കൊടുത്തവർ പ്രാർത്ഥിക്കുക. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് അവിടത്തേക്ക് വേണ്ടി ജീവിതം പ്രവർത്തിച്ച് അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, വാഴ്ത്തണം, സൗഖ്യമാക്കണം, വിടുതൽ നൽകണം. കർത്താവേ, ആത്മീയമായി ചൈതന്യം നൽകണം. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം, നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി തീർക്കണം. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, താഴെ കാണുന്ന നമ്പർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങളുടെ ആവശ്യങ്ങളോ എന്ത് പറഞ്ഞാണെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾക്ക് നല്ല ദൈവിക ആലോചനകൾ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.